പ്രഭാഷണം നടത്തുവാൻ പ്രൊഫസർ കോഴിശ്ശേരി രവീന്ദ്രനാഥിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എത്രയും ബഹുമാനനായ അധ്യക്ഷൻ ഇടയനമ്പലം കാളകെട്ട് പൗരസമിതിയുടെ പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ കാക്കനാട്ടുശ്ശേരി സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആരാധനായ ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അവർകൾ, സുവനീർ പ്രകാശനം ചെയ്ത ഓച്ചിറ ക്ഷേത്ര ഭരണസമിതിയുടെ ബഹുമാനനായ രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ ഭാർഗവൻ അവർകൾ, അധ്യക്ഷ വേദി അലങ്കരിക്കുന്ന ബഹുമാന്യരെ, കാളകെട്ട് പൗരസമിതിയുടെ പ്രബുദ്ധരായ പ്രവർത്തകരെ, ബഹുമാനരായ നാട്ടുകാരെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കഴിഞ്ഞ വർഷം ഇതുപോലെ 28ാം ഓണ മഹോത്സവത്തിന്റെ തലേന്ന് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട സാംസ്കാരിക സമ്മേളനത്തിൽ ഞാൻ പ്രസംഗിക്കുകയുണ്ടായി. അത്ര വേഗമാണ് ഒരു വർഷം കടന്നുപോയത്. ഇടയനമ്പലം കാളകെട്ട് പൗരസമിതിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ശ്ലാഘിച്ചുകൊണ്ട് ബഹുമാനനായ പ്രയാർ ഗോപാലകൃഷ്ണൻ അവர்கள் സംസാരിച്ചു. പരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന കാളകെട്ട് സമിതികൾ വേറെ ഉണ്ടോ എന്ന് ഞാനും സംശയിക്കും. കഴിഞ്ഞ ഏതാനും വർഷക്കാലത്തെ അശ്രാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ട് 30 ലക്ഷം രൂപ വിലമതിക്കുന്ന അസറ്റ് ഉണ്ടാക്കുവാൻ ഇടയനമ്പലം കാളകെട്ട് സമിതിക്ക് കഴിഞ്ഞു എന്നുള്ളത് അവരുടെ നിസ്വാർത്ഥമായ, അശ്രാന്തമായ, വിശ്വാസപൂർവമായ പ്രവർത്തനത്തിന്റെ ഒരു ഫലമാണെന്നുള്ളത് സംശയാതീതമായ കാര്യം തന്നെയാണ്. നമ്മുടെ ഭാഷയിൽ കെട്ടുപോത്ത് എന്നൊരു പ്രയോഗമില്ല, ഓച്ചിറ പോത്ത് എന്ന് പ്രയോഗമില്ല. അതേ അവസരത്തിൽ ഓച്ചിറ കാള എന്ന് പ്രയോഗമുണ്ട്, കെട്ടുകാള എന്ന് പ്രയോഗമുണ്ട്. ഓച്ചിറ പടനിലത്തി എന്നാൽ ചായം പുരട്ടിയ കൊമ്പ്, നെറ്റിപ്പട്ടമണിഞ്ഞ മുഖം, കുടമണികളൊക്കെ അനക്കി തല അനക്കി വിരാജിക്കുന്ന കാളക്കൂറ്റന്മാരെ നമുക്ക് കാണാം. അവിടെ വരുന്ന ഭക്തജനങ്ങൾ ഈ കാളകളെ തൊട്ട് തൊഴുതിട്ട് പോകും. 8 കണ്ടം പ്രദക്ഷിണത്തിന് രാജകീയ പ്രൗഢിയോടെ പോകുന്ന കാളകളെ നമ്മൾ കാണും. 28ാം ഓണത്തിന് അലങ്കരിച്ച് കൊണ്ടുപോകുന്ന, ചമയിച്ചണിയിച്ച് കൊണ്ടുപോകുന്ന വാദ്യമേളങ്ങളോടെ, വേണം കൂടെ അകമ്പടിയോടെ വോട്ടർ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്ന കാളകളെ നമ്മൾ കാണും. അങ്ങനെ ഓച്ചിറയുടെ ഒരു ഭാഗമായിട്ട് ഇത് മാറുകയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നോക്കുക, ഈ പോത്തും കാളയും ഒക്കെ കാർഷിക സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ അല്ലേ? ഇപ്പം ചെട്ടുകുളങ്ങരയിലെ കെട്ടുകാഴ്ച അത് ഇറക്കി വെക്കുന്നത് കണ്ടത്തിലാണ്. കാഴ്ച കണ്ടം എന്നാണ് പറയുന്നത്, കാഴ്ച കണ്ടം അല്ലേ? അതുപോലെ ഇവിടെ ഓച്ചിറ കളി നടക്കുന്നു, 8 കണ്ടത്തിൽ ഓച്ചിറ കളി നടക്കുന്നു. അപ്പൊ നമുക്ക് കണ്ടങ്ങൾ എന്ന് പറയുമ്പോൾ നെൽകൃഷി നടത്തുന്ന സ്ഥലമാണ്. അവിടെ ഒരു കാർഷിക സംസ്കാരവുമായിട്ട് ബന്ധമുണ്ട്. ഈ കാളകൾ എന്ന് പറയുന്നത് കാർഷിക സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാർഷിക സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ് കാളകൾ എന്ന് പറയുന്നത്. ഇടയനമ്പലം കാളകെട്ട് പൗരസമിതി പ്രവർത്തകരെ അഭിനന്ദിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇത്തരണത്തിൽ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ശില്പികളെ ആദരിക്കൽ ചടങ്ങാണ്.
ബഹുമാന്യനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ കാക്കാശ്ശേരി, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ പ്രയാർ ഗോപാലകൃഷ്ണൻ അവരുടെ, സോവനിയർ പ്രകാശനം ചെയ്ത ഓച്ചിറ ക്ഷേത്ര ഭരണസമിതിയുടെ രക്ഷാധികാരി ബഹുമാന്യനായ അഡ്വക്കേറ്റ് കെ ഭാർഗവൻ അവർ, സോവനിയർ ഏറ്റുവാങ്ങിയ ശ്രീ സോമൻപിള്ള, ശ്രീ നാരായണക്കുറുപ്പ്, മുഖ്യ പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ പ്രൊഫസർ കോഴിശ്ശേരി രവീന്ദ്രനാഥ്, ആശംസകൾ അർപ്പിക്കുന്ന ഡോക്ടർ പി പത്മകുമാർ, ക്ലാപ്പന ശ്രീ അബ്ദുൽസലാം മുസ്ലിയാർ, പ്രൊഫസർ കെ വി പത്രോസ്, ശ്രീ ഡി ചിദംബരൻ അവർ, പ്രൊഫസർ പ്രയാർ രാധാകൃഷ്ണക്കുറുപ്പ്, ശ്രീമതി വി സിന്ധു, ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സുരേഷ് താനുവേലി, ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി വത്സല കുമാരി, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ ശ്രീധരൻ, ബഹുമാന്യനായ കവി വരവിള ശ്രീനി എന്നിവിടെ സ്വാഗതം അർപ്പിച്ച ശ്രീജിത്ത് കല്ലേവടക്കതിൽ, കൃതജ്ഞത പറയുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ, ബഹുമാന്യരായ നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ സുഹൃത്തുക്കളെ, 28ാം ഓണ മഹോത്സവത്തോടനുബന്ധിച്ച് നമ്മുടെ എല്ലാ കരകളിൽ നിന്നും കാളയുടെ കെട്ടുകാഴ്ച വളരെ മനോഹരമായി ആർഭാടമായി വാദ്യമേളങ്ങളോടുകൂടി ഒരു നാടിന്റെ ഒത്തൊരുമ, കൂട്ടായ്മയുടെ പ്രതിഫലനത്തെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് എല്ലാ വർഷവും ഓച്ചിറ പടനിലത്ത് കൊണ്ടുവരികയും മുഖ്യ പ്രഭാഷണം നടത്തിയ രവീന്ദ്രനാഥ് സാർ പറഞ്ഞതുപോലെ ഇതൊരു സമർപ്പണമാണ്. ഈ മധ്യ തിരുവിതാംകൂറിലെ ഓണാട്ടുകരയിലെ കാർഷിക ജീവിതവുമായി ബന്ധപ്പെട്ട ഒരവസരം. നമ്മുടെ ദേശീയ ഉത്സവമായ ഓണം ഈ ഓണാട്ടുകരയിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു കാർഷിക ഉത്സവമാണ്. അതിന്റെ പരിസമാപ്തിയാണ് 28ാം ഓണം. ഏതെല്ലാം ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ള നമ്മുടെ ചെറുപ്പക്കാരും വയോധികരായ ആളുകൾ ഉൾപ്പെടെ ഒരു കൂട്ടായ്മ, ഈ ദേശത്തിന്റെ ഒരു കൂട്ടായ്മ, അത് അത്ര മനോഹരമായി വർഷങ്ങളായി ഇവിടെ നടന്നു വരുന്നു. എട്ടയനമ്പലത്തിലെ കെട്ടുകാഴ്ച കമ്മിറ്റിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ ഭക്തി നിർഭരമായ ഒരു പരിപാടിയായി അതിനെ മാറ്റി വർഷങ്ങളായി അതിനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓച്ചിറ വരുമ്പോൾ യാതൊരു വിധമായി ഇത്രയും ആളുകളെ സംഘടിച്ച് ഉത്സവ തിമിർപ്പോടുകൂടി ഓച്ചിറയിൽ വരുമ്പോൾ യാതൊരു വിധമായ അലങ്കോലമോ അനിഷ്ട സംഭവങ്ങളോ ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെ കാര്യക്ഷമതയോടുകൂടി യാതൊരു വിധമായ പ്രകോപനവും ഉണ്ടാക്കാതെ ആത്മസംയമനത്തോടുകൂടി ഈ ഉത്സവം മംഗളമാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്ന ചടങ്ങാണ് ഡോക്ടർ പി പത്മകുമാർ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ളവരെ, 7 മണിക്ക് ഇനി ശേഷിക്കുന്നത് 20 മിനിറ്റ് മാത്രമാണ്. ഞാൻ ഉൾപ്പെടെ 10 പ്രസംഗകരാണ് ഈ വേദിയിലുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് അനുവദിക്കപ്പെട്ട സമയം 2 മിനിറ്റാണ്. അപ്പോൾ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ എന്റെ മനസ്സിലുള്ള കുറേ കാര്യങ്ങളുണ്ട് ഈ വേദിയിൽ പറയണം എന്ന് ഞാൻ കരുതി വെച്ച കുറേ കാര്യങ്ങളുണ്ട്. അത് എല്ലാം നിങ്ങളോട് പങ്കിടാനുള്ള ഒരു സമയക്കുറവ് ഇവിടെ ഉണ്ട്. തന്നെയല്ല, ബഹുമാന്യനായ പത്രോസച്ചനും മുസ്ലിയാരും ഒക്കെ ഇവിടെ വരുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ സമയം അനുവദിച്ചു കൊടുക്കേണ്ടതാണ്. ഈ ഒരു ചടങ്ങിനെ അവരെങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം അവർക്ക് കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി സംസാരിച്ചോളാം. ഏകദേശം 2000 കൊല്ലത്തിന് മുൻപ് നമ്മുടെ നാട് എങ്ങനെയിരുന്നു എന്നൊന്ന് സങ്കല്പിക്കുന്നത് വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഈ ഒരു ചടങ്ങിനോടനുബന്ധിച്ച് തന്നെ സംഘകാലഘട്ടത്തിൽ, ആ കാലഘട്ടം അറിയപ്പെടുന്ന സംഘകാലമാണ്. സംഘകാലഘട്ടത്തിൽ നമ്മുടെ നാട് ഇപ്രകാരമായിരുന്നു. എന്റെ ഒരു ചെറുപ്പത്തിൽ പാലത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ തെക്ക് കന്നേറ്റി വരെ നോക്കത്താ ദൂരത്തുള്ള പാടശേഖരങ്ങൾ കാണാമായിരുന്നു. ഇന്ന് ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലം ഉൾപ്പെടെ പാടശേഖരമായിരുന്നു എന്നുള്ളതാണ് വസ്തുത.
ഇവിടെ തഴപ്പാടമാണെങ്കിൽ ഇതിന് പടിഞ്ഞാറ് ഭാഗം മുണ്ടകപ്പാടമാണ്. ഇന്ന് നമ്മൾ കാണുന്ന കായംകുളം കായൽ തോട്, TS കനാലും ആ കാലഘട്ടത്തിൽ കൃഷിനിലമായിരുന്നു. ഈ 3 പാടശേഖരങ്ങളും നമ്മുടെ നാടിന്റെ സമ്പൽ സമൃദ്ധിയിൽ നിദാനമായിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ളതാണ്. കൃഷി മാത്രമായിരുന്നു മുഖ്യമായ ഉപജീവന മാർഗം. നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്ത് ക്ലാപ്പന എന്ന പേര് തന്നെ സിദ്ധിച്ചത് കൃഷിയുടെ മഹത്വം കൊണ്ട് മാത്രമാണ്. കാളപ്പന എന്ന പദം കാലാന്തരത്തിൽ മാറ്റം സംഭവിച്ചാണ് ക്ലാപ്പനയായി തീർന്നത്. നെടിയനമ്പലം കാളകെട്ട് പൗരസമിതിയുടെ ചെറുപ്പക്കാർ കഴിഞ്ഞ പയാർ ഗോപാലകൃഷ്ണൻ വിശേഷിപ്പിച്ച പോലെ കഴിഞ്ഞ തലമുറയ്ക്കൊന്നും കഴിയാത്ത ഒരു കാര്യം ഈ പുതിയ തലമുറ നേടിയെടുത്തു. അതിനെ ആത്മാർത്ഥമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ഇനിയും കൂടുതൽ ഉയരങ്ങൾ അവർ കീഴടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ഈ യോഗത്തിൽ ക്ഷണിച്ച ഈ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. ക്ലാപ്പന ശ്രീ അബ്ദുൽ സലാം മുസ്ലിയാർ നിങ്ങളോട് സംസാരിക്കും. ആദരണീയനായ അധ്യക്ഷൻ, ഏറ്റവും പ്രിയമുള്ള ഇടയനമ്പലം കാളകെട്ട് പൗരസമിതിയുടെ സംഘാടകരെ, എന്റെ സ്നേഹനിധികളായ സഹോദരി സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഉത്സവമാണ്, നമ്മുടെ നാടിന്റെ ഉത്സവം. നൂറ്റാണ്ടുകൾക്കും മന്വന്തരങ്ങൾക്കും അപ്പുറം ഒരു ജനത നെഞ്ചിലേറ്റി നടന്നിരുന്ന സംസ്കാരത്തിന്റെ പൈതൃകം നാം ആവർത്തിക്കുകയാണ്. ജാതിയുടെയും മതത്തിന്റെയും വേലിക്കെട്ടുകളില്ലാതെ സ്നേഹമാകുന്ന വലിയ ഒരു ആദർശം ഈശ്വരനായി സങ്കല്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജനത, ആ ജനതയുടെ ഈ നാട്ടുത്സവം ഒരുപക്ഷെ ഭാരതത്തിലെമ്പാടും നിരവധി ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളുമുള്ളപ്പോ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന പരബ്രഹ്മത്തിന്റെ പേരിലുള്ള ക്ഷേത്രം ഭാരതത്തിൽ വളരെ കുറവായിരിക്കും. ഓം ഇത്യാദി ഏകാക്ഷരം ബ്രഹ്മ തസ്യോപവ്യാഖ്യാനം ഭൂതം ഭവത് ഭവിഷ്യതിഥി യച്ഛ ത്രികാലാതീതം സർവോപ്യോംകാര ഏവ. അള്ളാഹു എന്ന് മുസ്ലിങ്ങൾ വിളിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരു സചേതനമായ ശക്തി ഏതോ, ആ ശക്തിയെ തന്നെയാണ് സനാതനധർമ്മം ഉൾക്കൊള്ളുന്ന വിഭാഗവും ഉൾക്കൊള്ളുകയും ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. അതിനെ തന്നെയാണ് ജെറുസലേമിന്റെ മണിമുറ്റത്തു നിന്നും 12ഓളം ശിഷ്യന്മാരെ ലോക ജനതയുടെ പാദശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ട് യാത്രയാക്കിയ യേശുദേവൻ പഠിപ്പിച്ച അതേ ശക്തിയും ഈ ദൈവം തന്നെയാണ്. ഓം എന്ന മലയാളത്തിലും അല്ലെങ്കിൽ കണക്കിലുമൊക്കെ ആയിട്ട് നാം എഴുതുന്ന ഒരു 3 പോലുള്ള അക്ഷരവും അതിനോട് ചേർന്ന ഒരു വരയും ഒരു ചന്ദ്രക്കലയും ഒരു ചൊലുപ്പും കൊടുത്താൽ ഓം എന്നാകുമെങ്കിൽ, ഞാൻ പറയുന്നു ആ 3നെ നിങ്ങൾ അതേപോലെ എഴുതിയിട്ട് അതിനുശേഷം വരയ്ക്കുന്ന 1 3ന്റെ വലതുഭാഗത്തിട്ട് കൊടുത്തിട്ട് ചന്ദ്രക്കലയെ 3ന്റെ ഇടതുഭാഗത്ത് ചേർത്ത് കൊടുക്കുകയും ചെയ്ത ചൊലുപ്പ് 3ന്റെ നടുക്ക് കൊടുത്താൽ ഞാൻ വായിക്കും അല്ലാഹു. ഓം ഇത്യാദി ഏകാക്ഷരം ബ്രഹ്മ. ഓം എന്നാൽ ഏകാക്ഷരമാണ് കൂട്ടരെ, പക്ഷേ അത് ബ്രഹ്മമാണ്. തസ്യോപ വ്യാഖ്യാനം, അതിന് വ്യാഖ്യാനം പറയൽ സാധ്യമല്ല. എന്തേ കാരണം? യച്ഛ എന്ന് പറഞ്ഞാൽ ത്രികാതീതം, ഇത് 3 കാലങ്ങൾക്കും അതീതമാണ്. ഭൂതം ഭവത് ഭവിഷ്യതിഥി, ഭൂതമല്ല ഓം എന്നത്, ഭാവിയല്ല അള്ളാഹു എന്നത്, വർത്തമാനമല്ല യഹോവ എന്നത്, സർവോപ്യോംകാര ഏവ. സർവസ്വത്തിലും നിലകൊള്ളുന്നത് ഓമാണെങ്കിൽ അകവൂർ ചാത്തൻ കൊണ്ടുവന്ന തിരുമേനിയോടൊപ്പം ഉണ്ടായിരുന്ന മാടൻ പോത്ത്, അത് ഏതൊരു കൺസെപ്റ്റിലാണോ ഈശ്വരനെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത്, ആ ഈശ്വരനെ അവന്റേതായ ചിന്തയിലും അവന്റേതായ രൂപത്തിലും മുന്നിൽ പ്രത്യക്ഷപ്പെടും